നാഗമാണിക്യം കാണാൻ പറ്റുമോ? നാഗമാണിക്യം കാണണമെങ്കിലേ മാടമ്പി തറവാട്ടിലെ ദേവി പ്രസാദമുള്ള പെൺകുട്ടി കൂടെ വേണം. ഗായത്രി ദേവിയായിരുന്നു ആ കുട്ടി. ഗായത്രിക്ക് എന്ത് പറ്റി? ഗായത്രിയോ? ഗായത്രിയെ എല്ലാവരും ചേർന്ന് മാടമ്പിയിലെ അടുത്ത ദേവിയാക്കാൻ ഒരുങ്ങി. പക്ഷേ സേതുമായി ഇഷ്ടത്തിലായിരുന്നു ഗായത്രി. ദേവിയായാൽ വിവാഹം പറ്റില്ലല്ലോ. അതുകൊണ്ട് സേതുമായി ഒളിച്ചോടി അവള്. എങ്ങോട്ട്? ഇങ്ങോട്ട്. പിന്നീട് ശിവപുരത്തേക്ക് അവൾക്ക് തിരിച്ചു പോകാൻ പറ്റിയില്ല. ശിവകാവിലെ വിളക്കുകൾ തമ്മിൽ സംസാരിക്കുന്നത് കേൾക്കാനും പറ്റിയില്ല. ആനന്ദ, നീ ഓർക്കുന്നുണ്ടോ ശിവക്കാവിൽ എനിക്കായി ഒരു തിരി തെളിയിക്കാമെന്ന് പറഞ്ഞത്? അമ്മയ്ക്കായി 1000 തിരികൾ ഞാൻ തെളിയിക്കും. എന്നിട്ട് തെളിഞ്ഞു നിൽക്കുന്ന ആ ദീപങ്ങളോട് ഞാൻ പറയും, മാടമ്പിയിലെ ഗായത്രി ഈ ഭൂമിയുടെ മറ്റൊരു കോണിലിരുന്ന് ദീപങ്ങൾ നിറഞ്ഞ ഈ കാവ് ഒത്തിരി സ്വപ്നം കണ്ടിരുന്നുവെന്ന്, ഒരു തിരിച്ചുവരവ് ഒരുപാട് ആഗ്രഹിച്ചിരുന്നുവെന്ന്.